Murali, Assistant Professor, Amal College of Advanced Studies. നമ്മൾ സ്വയം NPTEL-നെ മൂക്ക് കോഴ്സുകൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഗൂഗിളിൽ സ്വയം എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്വയം പോർട്ടൽ നമുക്ക് കാണാം. അത് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിലുണ്ടാവും സൈൻ ഇൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നാണ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ സ്വയത്തിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതല്ലാത്തവർ സൈൻ അപ്പ് നൗ എന്ന് കൊടുക്കുക. സൈൻ അപ്പ് നൗ എന്ന് കൊടുക്കുമ്പോൾ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ പാസ്വേഡ് കൺഫേം ചെയ്യാൻ ഇമെയിൽ ID ചോദിക്കും. ഈ ഇമെയിൽ ID വെച്ചിട്ടാണ് നമ്മൾ സെൻഡ് വെരിഫിക്കേഷൻ കോഡ് കൊടുത്താൽ മൊബൈലിലേക്ക് ഒരു കോഡ് വരും, ഇമെയിലിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്വയം അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ ID പാസ്വേഡ് അടിക്കുന്നു, സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മുടെ സ്വയം അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനൊക്കെ സ്വയം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഇത് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മളിതിൽ മൈ കോഴ്സസ് ചൂസ് ചെയ്യുന്നു. ഈ മൈ കോഴ്സസ് ചൂസ് ചെയ്താൽ ഇവിടെ എക്സ്പ്ലോർ കോഴ്സസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അമൽ കോളേജിലെ സ്റ്റുഡൻസിനോട് ആവശ്യപ്പെട്ടുള്ളത് 4 വീക്കിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ എന്നുള്ളിടത്ത് 4 വീക്ക് നോക്കുക ഫിൽറ്ററിൽ. അതുപോലെ ഈ കാറ്റഗറി എന്നുള്ളിടത്ത് നമ്മുടെ ഏറ്റവും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൊടുക്കുക. ഇപ്പോൾ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് ഉള്ളവർക്ക് അത് കൊടുക്കാം, അല്ലാത്തവർക്ക് അവരുടെ സബ്ജക്റ്റിനായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നെടുക്കാം. ഇനി അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഏത് കോഴ്സും അവർക്ക് ചൂസ് ചെയ്യാം. അവരുടെ ടീച്ചേഴ്സ് അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആ കോഴ്സ് ചൂസ് ചെയ്യാണ് വേണ്ടത്. ഇതിലിപ്പോൾ സപ്പോസ് സർവീസ് മാർക്കറ്റിംഗ് എ പ്രാക്ടിക്കൽ അപ്രോച്ച് എന്നുള്ള കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കോഴ്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ കാണാം. അതുപോലെ ഇതിനകത്ത് കോഴ്സ് ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് 4 ആഴ്ച കൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇൻസ്ട്രക്ടറുടെ IIT ഖരഗ്പൂരിലെ പ്രൊഫസർ ബിപ്ല ദത്തയാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട്. സർട്ടിഫിക്കറ്റ്, എക്സാം ഡേറ്റ് 26 മാർച്ചിനാണ് 2023. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കോഴ്സിന് ഓക്കെ ആണെങ്കിൽ നമ്മൾ ജോയിൻ കൊടുക്കുക. കോഴ്സ് ജോയിൻ ചെയ്യാനും പഠിക്കാനൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എക്സാം ടൈമിൽ മാത്രം ചെറിയൊരു ക്യാഷ് വരുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. നമ്മളിവിടെ ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് മുതലേ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ കുറേ അതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഡീറ്റെയിൽസുകൾ ഇതുപോലെ ഫില്ല് ചെയ്യാം. അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് കൊടുക്കുക. നമ്മളെ എക്സാമിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ട്. ഇനി നമ്മൾ പിൻകോഡ് കൊടുത്തു, സ്റ്റേറ്റ്, ഇവിടെയൊക്കെ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് ഫാക്കൽറ്റി എന്നുള്ളതിന് പകരം സ്റ്റുഡൻറ്റ് എന്നുള്ളതായിരിക്കും അവിടെ വരിക. അതർ എല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. ഹയസ്റ്റ് ക്വാളിഫിക്കേഷന്. ദെൻ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആഡ് ചെയ്യണോ ചോദിക്കുമ്പോൾ അലൗ സ്വയം ടു ക്രിയേറ്റ് ABC ID എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. നമ്മളിതിനു മുമ്പ് കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ. ലോക്കൽ ചാപ്റ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കണം. എന്നിട്ട് കേരള എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് അമൽ കോളേജ് കാണാൻ പറ്റും. ആ അമൽ കോളേജ് എന്നുള്ള നിർബന്ധമായിട്ട് ചൂസ് ചെയ്യണം. അമൽ കോളേജ് ചൂസ് ചെയ്താൽ മാത്രമേ അമൽ കോളേജിൻ്റെ നിങ്ങളെ ട്രാക്ക് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെ ചൂസ് ചെയ്തിട്ട് ഇത് രണ്ടിനും എഗ്രി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് പ്രൊഫൈൽ ആൻഡ് ജോയിൻ കോഴ്സ് എന്ന് കൊടുക്കാം. അത് കൊടുക്കുന്നതോടുകൂടി നമ്മൾ എന്തായി, താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ഫോർ ദ കോഴ്സ് എന്നിട്ട് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായി. ഇനി ഈ കോഴ്സിനകത്താണ് ഇപ്പോൾ നമ്മളുണ്ടാവും. മൈ കോഴ്സസിൽ പോയാൽ നമ്മുടെ കോഴ്സിനകത്ത് വരാം. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. ദെൻ NPTEL കോഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുക, വീക്ക് 0 എന്ന് ക്ലിക്ക് ചെയ്താൽ അന്ന് നമുക്ക് തന്നിട്ടുള്ള വർക്കുകൾ, അതിൻ്റെ ക്ലാസ് കാര്യങ്ങളുണ്ടാവും. ദെൻ വീക്ക് 1, വീക്ക് 2 വരെയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇനി വീക്ക് 3, വീക്ക് 4 ഒക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ വായിക്കുക, അതിൽ പറയുന്ന ആക്ടിവിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ രജിസ്ട്രേഷൻ ഫോർ സർട്ടിഫിക്കേഷൻ എക്സാം എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. അത് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. അത് നെക്സ്റ്റ് അതിനൊരു ഡെഡ് ലൈൻ വരും. ആ ഡെഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം രജിസ്റ്റർ ചെയ്യാം. കണ്ടോ,
ഇത്രയാണ് ഒരു സ്വയം കോഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അപ്പോൾ അമൽ കോളേജിലെ മുഴുവൻ കുട്ടികളും ജനുവരി 30 ബാച്ചിൽ, ഇനി അത് എങ്ങാനും സാധിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 20 ബാച്ചിൽ 4 വീക്ക് സ്വയം കോഴ്സിന് കമ്പൽസറി ആയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ പറയുന്ന അസൈൻമെൻറ്റ് കാര്യങ്ങൾ, അഥവാ ജസ്റ്റ് MCQs ഉണ്ടാവും, 3-4 MCQs ആണ്. അത് കൃത്യമായിട്ട് 4 ആഴ്ചയിലും സബ്മിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.